നമ്മിൽ പല ആളുകളും ബലിയർക്കാൻ ഉദ്ദേശിച്ച ആളുകളായിരിക്കും. ഉദ്ഹിയ്യത്തിനോട് ഉദ്ദേശിച്ച ആളുകൾ ദുൽഹിജ്ജ 1 മുതൽ പെരുന്നാൾ ദിവസത്തിൽ നാം ബലിയറക്കുന്ന സമയം വരെ നഖം, മുടി, പല്ല് മുതലായ വസ്തുക്കളൊന്നും നീക്കം ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്തും നീക്കം ചെയ്യൽ കറാഹത്തുമാണ്. ഷാഫി മദ്ഹബ് അനുസരിച്ച് കറാഹത്താണെങ്കിലും ഹംബലി മദ്ഹബ് അനുസരിച്ച് അങ്ങനെ നീക്കം ചെയ്യൽ ഹറാമുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കുകയും ഇനി വരുന്ന ദുൽഹിജ്ജ, അത് നാളെ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയോടുകൂടി ദുൽഹിജ്ജ മാസം മിക്കവാറും നമ്മളിലേക്ക് കടന്നു വരും. അപ്പൊ ഇനി അടുത്ത വെള്ളിയാഴ്ച ദിവസത്തെ സുന്നത്തുണ്ടല്ലോ നഖം മുറിക്കുക എന്നുള്ളത്. എന്നാൽ ആ വെള്ളിയാഴ്ചത്തെ സുന്നത്ത് അത് വ്യാഴാഴ്ചക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. വ്യാഴാഴ്ച തന്നെ നഖവും മുറിച്ച മുടിയൊക്കെ നന്നാക്കി, താടിയൊക്കെ നന്നാക്കി, നമ്മുടെ ശരീരത്തിലെ മറ്റു രോമങ്ങളൊക്കെ നാം നീക്കം ചെയ്യേണ്ടതാണ്. കാരണം ദുൽഹിജ്ജ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വെള്ളിയാഴ്ചകളിൽ ഈ ഒരു സുന്നത്തില്ല. ആർക്ക് ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് അങ്ങനെ ഒരു സുന്നത്തില്ല. അതുകൊണ്ട് തന്നെ അതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് വേണ്ടത്. പിന്നെ അത്യാവശ്യ ഘട്ടങ്ങൾ വന്നു. ഉദാഹരണമായി നല്ല വേദനയുള്ളൊരു പല്ല്, അത് പറിക്കാതിരിക്കാൻ ഒരു മാർഗവും ഇല്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് ആ പല്ല് പറിക്കാം, അത് വിഷമഘട്ടമാണ്. അതേപോലെ തന്നെ കയ്യിലെ നഖം ചിലപ്പോൾ പൊട്ടിയിട്ട് പൊതുക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ വസ്ത്രങ്ങൾ അണിയാൻ കഴിയുന്നില്ല, നഖത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, പ്രയാസമുണ്ട്, നഖം നീട്ടാം. ഇങ്ങനെ അത്യാവശ്യ ഘട്ടമുണ്ടെങ്കിൽ അല്ലാതെ നഖം ഒഴിവാക്കാതിരിക്കലാണ് സുന്നത്ത്. അങ്ങനെ ഒഴിവാക്കൽ കറാഹത്തുമാണ്. ഷാഫി മദ്ഹബിൽ, മറ്റു മദ്ഹബിൽ, ഹംബലി മദ്ഹബിലൊക്കെ അത് ഹറാമുമാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ മറ്റൊരു ചോദ്യം ഉണ്ടാവുക, ഉദ്ഹിയ്യത്ത് അറുക്കുന്ന സമയം വരെ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ഒരാൾക്ക് 2 ഉദ്ഹിയ്യത്ത് ഉണ്ടെങ്കിലോ, ഒരു ഉദ്ഹിയ്യത്ത് പെരുന്നാളിന്റെ ദിവസമാണ് അറക്കുന്നത്, രണ്ടാമത്തെ പെരുന്നാൾ ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഇങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഉദ്ഹിയ്യത്തോടു കൂടി നഖം മുറിക്കാൻ പറ്റുകയില്ലേ? അവിടെ മഹാന്മാർ വിശദീകരിച്ചത് ഒന്നാമത്തെ ഉദ്ഹിയ്യത്തോടു കൂടി തന്നെ കറാഹത്ത് നീങ്ങും, അഥവാ പിന്നീട് മുറിച്ചാൽ കറാഹത്ത് സംഭവിക്കുന്നില്ല. എന്നാലും ഏറ്റവും നല്ലത് രണ്ടാമത്തെ ഉദ്ഹിയ്യത്ത് കഴിയുന്നത് വരെ പിന്തിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവത്തിലും പാപങ്ങൾ പൊറുക്കാൻ ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. ഉദ്ഹിയ്യത്തായ മൃഗത്തിന്റെ രക്തം ഭൂമിയിലേക്ക് ഒഴുകുന്നതോടുകൂടി നമ്മുടെ പാപങ്ങൾ അന്ന് പൊറുക്കുകയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ പാപങ്ങൾ പൊറുക്കപ്പെടൽ വരേണ്ടതുണ്ട്. അപ്പൊ കുറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ മുറിച്ച് മുമ്പ് കഴിയുന്നത് ശരിയല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ തന്നെ വരുന്ന മറ്റൊരു സംശയം ഉള്ളത്, രക്തമെടുക്കാൻ പറ്റുമെന്നാണ്. ഈ കാലയളവിൽ രക്തമെടുക്കാൻ പറ്റുമോ? ഇമാം അസ്നബി റളിയല്ലാഹു തആല പറഞ്ഞു, രക്തമെടുക്കലും കറാഹത്ത് തന്നെയാണ് എന്ന്. എന്നാൽ മഹാനായ ബുൽഖിരിമാൻ പറഞ്ഞിട്ടുള്ളത് രക്തമെടുക്കൽ കറാഹത്തല്ല എന്നാണ്. കാരണം ശരീരത്തിന്റെ ബാഹ്യഭാഗത്തുള്ള വസ്തുക്കളെ നിർത്തുക എന്നതാണ്. രക്തം അത് ഉള്ളിലാണ്, ആന്തരിക ഭാഗത്തിൽപ്പെട്ടതാണ്, അത് ബാഹ്യഭാഗമല്ല. അതുകൊണ്ട് തന്നെ നഖം, മുടി പോലെയുള്ള ഈ വിഷയം ഈ രക്തത്തിന് വരുന്നില്ല. എന്നതുകൊണ്ട് രക്തം അത്യാവശ്യമുണ്ടെങ്കിൽ എടുക്കാം എന്നാണ് മഹാനവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവിടെയും നല്ലത്, രക്തമൊക്കെ അത്യാവശ്യ ഘട്ടം അല്ല എങ്കിൽ ഈ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച വ്യക്തിക്ക് ആ ഉദ്ഹിയ്യത്ത് സമയം കഴിയുന്നത് വരെ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ മറ്റൊരു സംശയം ഉണ്ടാവാം, ഇന്നൊരാൾ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചു, അയാൾ മറ്റൊരാളെ വക്കാലത്താക്കിയതാണ്. ഇങ്ങനെ വന്നാൽ ആരുടെ നഖമാണ് എടുക്കാതിരിക്കേണ്ടത്? ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ച വ്യക്തിയുടേതാണോ, അല്ലെങ്കിൽ വക്കാലത്ത് ലഭിക്കപ്പെട്ട വ്യക്തിയാണോ? അവിടെ ഉദ്ദേശിച്ച വ്യക്തിയാണ്. ആർക്ക് വേണ്ടിയാണോ ഉദ്ഹിയ്യത്ത് അറക്കുന്നത് അയാളാണ് അത് എടുക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അയാളാണല്ലോ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിച്ചത്, മറ്റേ വക്കാലത്ത് ഏറ്റെടുക്കുകയല്ലേ. ഉദ്ഹിയ്യത്ത് അറക്കാൻ ഇയാൾക്ക് കൂടാത്തുകൊണ്ട് ഏറ്റെടുക്കുകയല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് അയാൾക്ക് പ്രശ്നമില്ല. അതേസമയത്ത് ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച വ്യക്തി, ആ വ്യക്തി കൈനകവും മുടി, പല്ലി പോലത്തൊക്കെ എടുക്കാതിരിക്കുക. താടി രോഗമായിരുന്നാലും ഏത് രോഗമായിരുന്നാലും അത് ഒഴിവാക്കാതിരിക്കുകയാണ് വേണ്ടത്.